നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ജർമ്മനിയിൽ വന്നിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു സ്ഥലം ഫസ്റ്റ് ഇതായിരിക്കും. ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ പാർക്ക് പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഓ, കേട്ടിട്ട് ആക്ച്വലി വെഡിങ് അല്ല, വേറെന്തോ പാർട്ടി ആണോന്ന് എനിക്കൊരു ഡൗട്ട്. എൻ്റെ ഫ്രണ്ടാണ് ആക്ച്വലി പറഞ്ഞത് വെഡിങ് ആണെന്ന്, പക്ഷെ ഇത് വെഡിങ് ആണെന്ന് തോന്നുന്നില്ല, അറിയില്ല, നോക്കാം. നൈസ്, നല്ല നൈസ് സ്ഥലം, നല്ല വൈബ്, പിള്ളേർക്ക് കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം, മ്യൂസിക്, ഫുഡ് എല്ലാം ഉണ്ട്. Willkommen bei Friede Frude. എന്തായാലും ബിയർ ഉണ്ടാവും, എന്തില്ലെങ്കിലും ബിയർ ഇവരുടെ ഒരു മെയിൻ ഐറ്റം ആയതുകൊണ്ട്. Ja, mein Kirmesplatz. എന്തോ ഒരു ഫെസ്റ്റ് ആണ്. Ja, leider ist das Frühstückskonzert soweit schon zu Ende von uns, von unserer Saarbrech. So, liebe Gäste, wo sind die Hände zum letzten Lied hier von Saarbrech? Jeder klatscht mit, ich kann rundschauen. Feuerwehr, klatschen mit der Wind zum Böllischen Traum. Einen Riesenapplaus und vielen Dank an euch. Und ich glaube, so können wir sie nicht. ഇതിനെയാണ് ഗൈസ് നമ്മൾ ആദ്യം വെഡിങ് ആന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാ. പക്ഷെ നല്ല വൈബായിരുന്നു. മ്യൂസിക് ഫെസ്റ്റ് ആണ് ആക്ച്വലി. ഒത്തിരി വൈറ്റ്സ് ഉണ്ട്. വൈറ്റ്സിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഇന്ത്യൻസ് മാത്രം. ഞാൻ ആദ്യം പറഞ്ഞത് ശരിയായിരുന്നു ഗൈസ്, എൻ്റെ വഴി എന്തായാലും തെറ്റി. അപ്പം നമ്മൾ തിരിച്ച് കയറിയ കയറ്റമൊക്കെ തിരിച്ചിറങ്ങിയെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തും. സോ നമുക്ക് അങ്ങോട്ട് പോവാം. വെഡിങ് ആയിരുന്നില്ല, പക്ഷെ നല്ലൊരു മ്യൂസിക് ഇവൻ്റ് ആയിരുന്നു. കുറച്ച് പാട്ടൊക്കെ അവിടെ നിന്ന് കേട്ടു, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു പോകും. അങ്ങനെ നമ്മൾ കയറിയ കയറ്റം മൊത്തം ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇതാ ഡോക്ടർ വാഗ്നർ. ഇതാണ് നമ്മൾ കണ്ടിട്ട് അങ്ങോട്ട് പോയത്. തിരിച്ചെത്തി. ഇനി കുറച്ചും കൂടെ ഇറങ്ങാനുണ്ട്.
എന്നിട്ട് നമ്മൾ കയറിയ മലയുടെ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് നമുക്ക് ആക്ച്വലി ഒരു ലേക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് അവിടെ പോകാം. കാണുക സാർബുർഗിൻ്റെ മനോഹാരിത. ആ കാണുന്നതാണ് സാർബുർഗ് കാസിൽ. ഇത് ലേക്ക്. പിന്നെ ഇനി ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ കാണുന്നതാണ് സാർ റിവർ, നമ്മുടെ സാർബുർഗിലെ സാർ റിവർ. സാർബുർഗ് എന്ന് പറയുന്നത് നമ്മുടെ ജർമ്മനിയിലെ വെസ്റ്റേൺ സൈഡിലുള്ള ഒരു സ്റ്റേറ്റാണ് റൈൻലാൻഡ്. റൈൻലാൻഡ് പലാറ്റിനേറ്റ് എന്നാണ് ആക്ച്വൽ പേര്. ആ റൈൻലാൻഡിലുള്ള ഒരു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ സാർബുർഗ്. ഡാംസ്റ്റാഡിൽ നിന്ന് വരുമ്പം ഇങ്ങോട്ടേക്ക് ഒരു 220 കിലോമീറ്റർ ആണുള്ളത്. ഡാംസ്റ്റാഡ് ആക്ച്വലി ഉള്ളത് ഹെസ്സെ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം 220 കിലോമീറ്റർ ഉള്ളത്. അതായത് ട്രെയിനിലാണെങ്കിൽ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലാണെങ്കിൽ ഒരു 4-4.5 മണിക്കൂറും, അല്ല നമ്മൾ കാറിലാണെങ്കിൽ വരുന്നെങ്കിൽ ഒരു 2.5 മണിക്കൂറുമാണ് ഇങ്ങോട്ടേക്ക് എത്താനുള്ളത്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഷിപ്പിങ്, വൈൻയാർഡ്, പിന്നെ ഞാൻ എന്തായി കാണിച്ച ക്യാസിൽ, സാർബുർഗ് ക്യാസിൽ, പിന്നെ ഇവിടെ ഒരു ചർച്ചുണ്ട്, പിന്നെന്താ വാട്ടർഫോള്, ബട്ടർ മാർക്കറ്റ്, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ. എന്ത് ഭംഗിയല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം എടുത്തു പറയണം കേട്ടോ. കാരണം നമ്മുടെ ഡാംസ്റ്റാഡ് പോലെയല്ല ആൾക്കാർ. എല്ലാവരും ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിക്കുക. എന്നോട് കുറേ പേര് ചോദിച്ചു ഫോട്ടോ എടുത്തു തരണോ, ഫോട്ടോ വേണോ, നിങ്ങൾ നിൽക്ക് ഫോട്ടോ എടുത്തു തരാം, പിന്നെ ഹലോ ഹായ്, ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിച്ചു. ഡാംസ്റ്റാഡ് ആണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഡാംസ്റ്റാഡ് നമ്മളെ മൈൻഡ് പോലും ചെയ്യില്ല ആൾക്കാർ. ഓക്കെ ഗൈസ്, ഇവിടെ അടുത്ത് എവിടെയാണ് വാട്ടർഫോൾ എന്ന് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. എന്തൊക്കെയോ വലിയ തോട്ടങ്ങളാണ് ഗൈസ്. ഇല കണ്ടിട്ട് വെറ്റിലത്തോട്ടം പോലെ ഉണ്ട്. എന്താണെന്നറിയാൻ പാടില്ല. അങ്ങനെ അങ്ങ് പടർന്ന് കിടക്കുകയാണ്. പക്ഷെ സ്പാർക്കസ് ബാങ്ക് എവിടെ ചെന്നാലും ഉണ്ട്. എൻ്റെ ബാങ്കാണ് സ്പാർക്കസ്. എൻ്റെ ബാങ്കല്ല, എനിക്ക് അക്കൗണ്ടുള്ള ബാങ്ക് സ്പാർക്കസ് ബാങ്കാണ്. എവിടെ ചെന്നാലും ഉണ്ട്. സാർബുർഗർ റോഷ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പറയാതിരിക്കാൻ പറ്റൂല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പ്ലേസ് ആണ്. പിന്നെ വഴി കെട്ടി ഗൈസ്, ഈ വന്ന വഴിയല്ല, തിരിച്ചു പോകണം. പക്ഷെ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് പോകും. ഓക്കെ, ഇവിടെ ഒരു ബോർഡിൽ വാട്ടർഫോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ വഴി നമുക്ക് പോയി നോക്കാം. ഓക്കെ ഗായ്സ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബട്ടർ മാർക്കറ്റ്. ബട്ടർ മാർക്കറ്റിന് ഇതിന് പേര് വരാൻ കാരണം പണ്ടത്തെ ആൾക്കാർ ഇവിടെ വെച്ചായിരുന്നു മെയിനായിട്ടും ഡയറി പ്രോഡക്ട്സുകൾ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്.
ഡയറി പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ ചീസ്, യോഗട്ട് അങ്ങനെയല്ല. എസ്പെഷ്യലി ബട്ടർ. മെയിനായിട്ട് ഇവിടെ വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ബട്ടറായിരുന്നു. അങ്ങനെയാണ് ഇതിന് ബട്ടർ മാർക്കറ്റ് എന്നുള്ളൊരു പേര് വന്നത്. ഇപ്പോൾ പക്ഷേ ഡൈനിങ്ങിനും ഷോപ്പിങ്ങിനും ഒക്കെ ഉള്ള ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുക. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. കുറേ ബിയർ ഷോപ്പൊക്കെ ഉണ്ട് എല്ലായിടത്തെയും പോലെ. ഓക്കെ, വാട്ടർഫോളിൻ്റെ ഒരു ഇത്. ഓ, നമ്മളെത്തി ഗൈസ് വാട്ടർഫോളിലേക്ക്. നൈസ്. അവിടുന്ന് അങ്ങനെ ഒഴുകി 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 ഒഴുകി. എനിക്കിവിടുത്തെ ഒരു കാര്യം ഇഷ്ടപ്പെട്ടത്, എവിടെ പോയാലും കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. ഇതെന്താണെന്നറിയില്ല, ഇനി പണ്ടത്തെ കാലത്ത് വെള്ളം കോരാൻ വേണ്ടി വല്ലതും വെച്ചിരുന്ന സംഭവമാണോന്നറിയില്ല. അപ്പോൾ വാട്ടർഫോൾ നമ്മൾ കണ്ടു. ഒരു നെതർലൻഡിലുള്ള ഒരാളെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ പോവാം. പുള്ളി പറഞ്ഞത് ഇവിടുന്ന് നമ്മൾ കണ്ട മൗണ്ടൻ അങ്ങ് മേളിലേക്ക് ഈ പോകുന്ന ഡിറക്ഷനിൽ നേരെ പോയ, പക്ഷെ കാറ് വേണം എന്നാണ് പറഞ്ഞത്. കാറുണ്ടെങ്കിൽ നമുക്ക് മൗണ്ടൻസിൽ പോവാം, അവിടെ കാണാൻ നല്ലതാണ്. പിന്നെ വൈൻ ഗാർഡൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇത് ആക്ച്വലി ഇരുമ്പാണ്, അയൺ റോഡാണ്. അയണും കൊണ്ടുള്ള സാധനങ്ങളാണ്, ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. നമ്മളിപ്പോൾ അപ്പുറത്തെ സൈഡിൽ കണ്ടതാ, അതിങ്ങനെ ഒഴുകി 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 ഇങ്ങനെ പോവാ. ഇങ്ങനെ ഒഴുകി അങ്ങനെ പോകും. അതുവഴി ഇറങ്ങി വരാൻ സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇത് കണ്ടോ,
പോയി അങ്ങനെ ഇതിൻ്റെ ഒരു അങ്ങേ അറ്റത്താണ് നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഷിപ്പൊക്കെ കണ്ടത്, ആൾക്കാർ ഷിപ്പിങ്ങിന് നിൽക്കുന്നതൊക്കെ കണ്ടത്. ഓക്കെ, ആ പാലത്തിലാണ് നമ്മൾ നിന്നിട്ട് അതുവഴിയാണ് ഇങ്ങനെ നടന്ന് ആൾക്കാർ വരുന്ന അതുവഴി നടന്ന് നേരെ പോയിട്ടാണ് നമ്മൾ ഇങ്ങനെ വന്ന് ഇതുവഴിയൊക്കെയോ കറങ്ങി ഇവിടെ എത്തിയത്. ഓക്കെ, നൈസ്. ഇവിടെ ആക്ച്വലി കുറേ കപ്പിൾസ് അവരുടെ വെഡ്ഡിങ് ഡേറ്റും നമ്മുടെ പാരീസിലെയൊക്കെ പോലെ പിന്നെ കപ്പിൾസിൻ്റെ പേരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ലോക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ അധികം ലോക്കില്ല. ഞാൻ അപ്പുറത്ത് കാണിച്ച വാട്ടർഫോളിൽ കുറേ ഉണ്ടായിരുന്നു അങ്ങനത്തെ ലോക്ക്. ഇതിന് എവിടെ ഇരുമ്പ് കമ്പി കണ്ടാലും അവിടെ വെറുതെ കെട്ടിയിടുന്നതാണോ എന്ന് അറിയാൻ പാടില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇവിടെ അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ഇതുള്ളതായിട്ട് അറിയുന്നില്ല. അത് കണ്ടു. ഇനി ഇവിടെ ഒരു ചർച്ചുണ്ട്. ചർച്ചുണ്ടെങ്കിൽ അത് കാണും, ഇല്ലെങ്കിൽ നമ്മുടെ ട്രിപ്പ് അവസാനിക്കുവാണ്. വന്ന വഴി ഇനി തിരിച്ചു പോവുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്. താഴെ നമ്മൾ വന്ന വഴി കൂടെ ഒക്കെ ഉള്ള ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ചർച്ചിൽ കയറാൻ പറ്റും. അപ്പം അതും കയറി ഇവിടുത്തെ ഒരു വ്യൂവും കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം. നമ്മൾ അങ്ങോന്ന് കണ്ട പാലസ്, നമ്മൾ നടന്നു വന്ന ബ്രിഡ്ജ്, ഇത്രേ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അങ്ങുള്ള പള്ളിയുടേതാണെന്ന് തോന്നുന്നു നമ്മൾ മണി കേൾക്കുന്നത്. നമുക്ക് ചർച്ചിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. ചെറിയൊരു പള്ളിയാണെന്ന് തോന്നുന്നു. വാവ്, മെഴുകുതിരികളൊക്കെ കത്തിക്കാൻ വേണ്ടി അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു മെഴുകുതിരി കത്തിക്കുന്നതിന് 50 സെൻറ്റാണ്. ആക്ച്വലി ജർമ്മനിയിൽ ഏത് പള്ളിയിൽ ചെന്നാലും ഇങ്ങനെ മെഴുകുതിരി കത്തിക്കാൻ സ്ഥലവും മെഴുകുതിരികളുടെ അടുത്തായിട്ട് ഇങ്ങനെ എമൗണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. മിക്കവാറും എല്ലാ പള്ളികളിലും 50 സെൻറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ പൈസ ഇട്ടിട്ട് മെഴുകുതിരി എടുക്കാം, ഇല്ലെങ്കിൽ അല്ലാതെയും കത്തിക്കാം. വലിയ വലിപ്പമൊന്നുമില്ലാത്ത ചെറിയൊരു പള്ളിയാണ്. കല്ലും കൊണ്ട് കുരിശിൻ്റെ വഴിയാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാ ഭിത്തികളിലും അങ്ങേ അറ്റത്തുനിന്ന് സാധാ അവിടെ ഇവിടെയൊക്കെ ഓരോ രൂപങ്ങളാണ്.
ആ സൈഡിൽ നിന്ന് ഇവിടെ വരെ വെച്ചിട്ടുണ്ട് കുരിശിൻ്റെ വഴി. ഇത് യേശുവിനെ കുരിശിൽ നിറക്കുന്നത്, മാതാവിൻ്റെ മടി കിടക്കുന്നത്, കുരിശിൽ തറയ്ക്കുന്നത്, ഇടയ്ക്ക് വീഴുന്നത് അല്ല, കുരിശിൽ കിടത്തി ആണി തറയ്ക്കുന്ന, കുരിശിലേക്ക് കയറ്റുന്നത്. പിന്നെ യേശുവിനെ കുരിശും തൂക്കി പോകുമ്പം സ്ത്രീകൾ വഴി വെച്ച് കാണുന്നത്, വീഴുന്നത്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് കുരിശ് ചുമക്കാൻ സഹായിക്കുന്ന യേശുവിനെ. ഇതൊക്കെ ഇത് 3-ാം സ്ഥലത്ത് വീഴുന്നത്. ഓക്കെ, വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല എനിക്ക്, എന്നാലും ഞാൻ വീഡിയോ എടുത്തതാ. 50 സെൻറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് മെഴുകുതിരി കത്തിക്കാം. ഇവിടെയാണ് പൈസ ഇടുന്നത്. അതേപോലെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് ഒരു കുഞ്ഞൊരു പള്ളി. ഇങ്ങനെ നമ്മൾ പള്ളിക്ക് പുറത്തോട്ട് പോവാം. അപ്പം ഇവിടെ എത്രയൊക്കെ ഉള്ളൂ. ഇത് കല്ല്, ഈ ആൾക്കാരെ അടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കുറേ കുരിശുകളൊക്കെ വെച്ചിട്ടുണ്ട്. വില്ലേജ് ഏരിയ ആയതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. സാർബർഗ് കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല രസമുള്ളൊരു സിറ്റിയാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു സിറ്റി. എല്ലായിടത്തും പൂക്കളും ചെടികളും ഒക്കെ വെച്ച്, വഴിയൊക്കെ നല്ല കളർഫുൾ. ഇങ്ങോട്ട് വന്നപ്പോൾ ഇഷ്ടം പോലെ പൂക്കൾ എല്ലായിടത്തും ഉണ്ട്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു സിറ്റി. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ്, ഞാൻ വാട്ടർഫോൾ കാണാൻ പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞു വെറ്റിലച്ചെടി പോലെയുള്ള എന്തോ കൃഷി എന്ന് പറഞ്ഞു. അത് ആക്ച്വലി മുന്തിരി തോപ്പുകളാണിത്. മുന്തിരി കൃഷിയാണ്. ദൂരത്ത് നിന്നായിരുന്നു അന്നേരം ഞാൻ കണ്ട, അടുത്ത് വന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാഞ്ഞ. ഇപ്പം മനസ്സിലായി. ഇത് ഫുൾ മുന്തിരി കൃഷിയാ. ഇവിടെ നിന്ന് അങ്ങനെ വലിയ റൗണ്ട് ഏക്കർ കണക്കിനുണ്ട്. മേപ്പോട്ടും അങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഇനി മുന്തിരി കൃഷി കണ്ടിട്ടില്ല എന്ന് ആരും പറയരുത്, ഞാനും പറയരുത്. കുന്തിരിക്കൊക്കെ ഇരിക്കുന്ന പോലെ ഉണ്ട്. സാർബുർഗർ റോഷ്. അപ്പം സാർബുർഗർ റോഷ് കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോവാം. സാർബുർഗ് ഭയങ്കര കളർഫുൾ ആണെന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ ഇതാണ് ഗൈസ്. എല്ലാ റോഡിലും, റോഡിൻ്റെ പാസേജിലൊക്കെ ഇങ്ങനെ പൂക്കൾ കാണും. പിന്നെ ബിൽഡിങ് ഞാൻ നോക്കിയതെന്ന് ഒരു ചേഞ്ച് എനിക്ക് മനസ്സിലായ, ഡാംസ്റ്റാഡിന്നും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബിൽഡിംഗ് ഒക്കെ ഭയങ്കര കളർഫുള്ളാണ്. ബിൽഡിങ്ങുകൾ എല്ലായിടത്തും പൂക്കൾ വെച്ചിട്ടുണ്ട്. കണ്ടോ, റോഡിൻ്റെ നടുക്കൊക്കെ പൂക്കൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല ഭംഗിയാണ് കാണാൻ. അവിടെ ഇവിടെയൊക്കെ ബിൽഡിങ്സിൽ പച്ച കളറ്, യെല്ലോ കളറും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കളർഫുള്ളാണ് സാർബർഗ് എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെയൊക്കെ പൂക്കൾ മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയല്ലേ.
അപ്പോൾ അതാ ഈ ബ്രിഡ്ജാണ്, ആ ബ്രിഡ്ജാണ് നമ്മൾ അങ്ങ് കണ്ടത് വാട്ടർഫോളിൻ്റെ അടുത്ത് വെച്ച്. ഈ വഴികളൊക്കെ നമ്മൾ തിരിച്ച് നടന്നു വേണം തിരിച്ച് നമുക്ക് ബാനോഫിൽ ചെന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ പിടിക്കാൻ. അങ്ങനെ നമ്മൾ സാർബർഗ് ബാനോഫിൽ തിരിച്ചു വന്ന് ഇപ്പോൾ 2:45 കഴിഞ്ഞു. ഇനി 5 മിനിറ്റ് നമുക്ക് ഇവിടുന്ന് തിരിച്ച് മാൻഹേമിലേക്കൊരു ട്രെയിനുണ്ട്, അത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് തിരിച്ച് ഡാംസ്റ്റഡ് എത്താൻ പറ്റും. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.